എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്പോർട്സ് കോട്ട, മെറിറ്റ് കോട്ട, അതുപോലെ തന്നെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്കുള്ള അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ ഇതുവരെ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അഡ്മിഷൻ നേടേണ്ടതാണ്. അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സീറ്റ് നഷ്ടപ്പെടുകയും ഏത് വിഭാഗത്തിലാണോ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു അലോട്ട്മെൻറ്റ് വിഭാഗത്തിലെ കോട്ടയിൽ നിന്ന് നിങ്ങളെ പുറത്താക്കപ്പെടുന്നത് ആയിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടുക. അതുപോലെ തന്നെ നിങ്ങൾ അലോട്ട്മെൻറ്റ് ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്കിവിടെ hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ ഇവിടെ അതിനായിട്ടുള്ള ലിങ്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നിങ്ങൾക്കിവിടെ കാണാം കാൻഡിഡേറ്റ് ലോഗിൻ SWS, അതുപോലെ കാൻഡിഡേറ്റ് ലോഗിൻ MRS, അതുപോലെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നിങ്ങനെയുള്ള ലിങ്കുകൾ കാണാൻ സാധിക്കും. നിങ്ങൾ ഏതൊക്കെ കോട്ടകളിലാണോ അപേക്ഷിച്ചത് അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്ന അതത് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ഓരോ ലിങ്കുകളിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ റിസൾട്ട് പരിശോധിക്കുക. പിന്നീട് അടുത്തത് പരിശോധിച്ച് അതിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം കാൻഡിഡേറ്റ് ലോഗിൻ SWSലാണ് ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ആ ഒരു ലിങ്കുകളും റിസൾട്ട് പരിശോധിക്കുന്നത് സെയിം രീതി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അതായത് ഏതിലൊക്കെയാണോ നിങ്ങൾ അപേക്ഷിച്ചത്, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന മെറിറ്റ് കോട്ടയുടെ ആ ഒരു ലിങ്കിലും അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയുടെ ലിങ്ക് വഴിയും ഞാൻ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇത് നോക്കും. അതിനുശേഷം വീണ്ടും ആ ഒരു ഹോം പേജിൽ പോയ ശേഷം വീണ്ടും ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ലിങ്കിലും ക്ലിക്ക് ചെയ്ത് ഞാൻ ആ ഒരു റിസൾട്ട് കൂടി നോക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഏതൊക്കെയാണോ അപേക്ഷിച്ചത് ആ ഒരു രീതിയിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത ശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് വരുന്ന പേജിൽ അത് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് കൺഗ്രാറ്റുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അങ്ങനെ കാണുന്ന വിദ്യാർത്ഥികൾ ഏത് ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ പോയിട്ട് ആ ഒരു കിട്ടിയ സീറ്റിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് കൺഗ്രാറ്റുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ടഡ് ഇൻ ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് സീറ്റിലേക്കാണോ പുതുതായിട്ട് കിട്ടിയത് ആ ഒരു സീറ്റിലേക്ക് പോയിട്ട് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അത് ചിലപ്പോൾ സെയിം സ്കൂൾ മുമ്പ് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിലെ ആ ഒരു സെയിം സ്കൂളിലെ തന്നെ മറ്റൊരു ഓപ്ഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലേക്കായിരിക്കാം അലോട്ട്മെൻറ്റ് വെച്ചത്. നിങ്ങളുടെ ഓപ്ഷൻ കിട്ടിയതനുസരിച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ കിട്ടിയത് അതനുസരിച്ച് പോയിട്ട് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. ഇനി അടുത്തതായിട്ടുള്ളത് ചില വിദ്യാർത്ഥികൾക്ക് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നിലവിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ശേഷമോ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷമോ നിങ്ങൾ എവിടെയാണോ ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. അതുപോലെ തന്നെ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ് തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞുള്ള ലിങ്ക് കാണാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം അടുത്ത പേജിൽ നിങ്ങൾക്ക് കാണാം വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എവിടെയാണോ അലോട്ട്മെൻറ്റ് പുതുതായിട്ട് കിട്ടിയത് അവിടെ പോയിട്ട് നിങ്ങൾ അഡ്മിഷനായിട്ട് പോവുക. അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി നോ ചേഞ്ച് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ എന്ന് കാണുന്ന വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് നിങ്ങൾക്ക് ഹയർ ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടിയത് എങ്കിലോ നിങ്ങൾ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് ഫീസ് എടുത്താൽ മതിയാകും. കാരണം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആ ഒരു സ്കൂളിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഡോക്യുമെൻറ്റ്സ് പിന്നീട് ആവശ്യം വരുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടിയ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളോ ആണെങ്കിൽ നിങ്ങൾ ആ ഒരു ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ട് വേണം പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അല്ല തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്ക് കിട്ടിയതാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റിലോ സെക്കൻഡിലോ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടിയ സ്കൂളിൽ പോയിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വാങ്ങിച്ച് അതും എടുത്തുകൊണ്ട് വേണം പുതുതായിട്ട് കിട്ടിയ സ്കൂളിലേക്ക് പോകാനായിട്ട്. ഇനി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ അല്ല അലോട്ട്മെൻറ്റ് ലെറ്റർ, അതുപോലെ തന്നെ നിങ്ങളുടെ SSLCയുടെ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ കിട്ടിയിട്ടില്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അതുപോലെ തന്നെ നിങ്ങളുടെ TC, അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ് അത് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് എന്നാണ് അതിന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ബോണസ് പോയിൻറ്റ് വല്ല സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ബോണസ് പോയിൻറ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ്സ്. ടൈ ബ്രേക്ക് എന്ന് പറയുമ്പോൾ അത് ഒരു USS, LSS, NTSC, അതുപോലെ NMMS, അതുപോലെ ക്ലബ് സർട്ടിഫിക്കറ്റ്സ്, അതുപോലെയുള്ള വിവിധ മത്സരങ്ങൾക്ക് പങ്കെടുത്തിട്ടുള്ള പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഇതൊക്കെ അതിൽ പെടും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്പോർട്സ് കോട്ടയിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ സ്പോർട്സ് കോട്ടയുടെ ആ ഒരു സ്പോർട്സുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ അടുത്തത് ആധാർ കാർഡിൻ്റെ കോപ്പി, അതുപോലെ തന്നെ നിങ്ങളുടെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ
നിങ്ങൾ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ EWS വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില സ്കൂളിൽ നിന്ന് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അതില്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. ചില സ്കൂളിൽ നിന്ന് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നു പറയാറുണ്ട്. അപ്പോൾ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റിന് പകരം നിങ്ങൾക്ക് റേഷൻ കാർഡ് ഉപയോഗിക്കാം. അപ്പോൾ റേഷൻ കാർഡോ അതിൻ്റെ കോപ്പിയോ എടുത്താൽ മതി. റേഷൻ കാർഡിൻ്റെ കോപ്പി സ്കൂളിൽ ആവശ്യമെങ്കിൽ കൊടുക്കാം, എന്നാൽ ഒറിജിനൽ കൊടുക്കാൻ പാടുള്ളതല്ല. ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. കാരണം റേഷൻ കാർഡ് ആർക്കും കൈമാറാൻ പാടില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് എത്ര രൂപയാണോ ഫീസ് വരിക, ആ ഒരു ഫീസ് ആണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇത്രയുമാണ് അഡ്മിഷനായിട്ട് വേണ്ടത്. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടുക. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും നിങ്ങളെ പുറത്താക്കുന്നതായിരിക്കും എന്നുള്ളത് കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.